എത്ര ചികിത്സിച്ചിട്ടും മൂപ്പര് മാറുന്നില്ലേ? ക്രീം മാറ്റി, ഫേസ് വാഷ് മാറ്റി, ഹോം റെമഡീസ് പരീക്ഷിച്ചു, പക്ഷെ പിന്നെയും മൂപ്പര് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രശ്നം മുഖത്ത് മാത്രമല്ലായിരിക്കാം. മൂപ്പര് വരാനുള്ള ചില പ്രധാന കാരണങ്ങളുണ്ട്, പറഞ്ഞുതരാം. ആദ്യം മനസ്സിലാക്കേണ്ടത് മുഖക്കുരു എന്നത് സ്കിന്നിന്റെ മാത്രമേ പ്രശ്നമല്ല. പല ആളുകളിലും അത് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രധാന ഒരു കാരണം. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഹോർമോൺ ഇംബാലൻസ്, PCOS പോലത്തെ അവസ്ഥകൾ. ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ ജോലൈനിലും താടിയിലൊക്കെയാണ് കൂടുതൽ മൂപ്പര് വീണ്ടും വീണ്ടും വരും. അതേപോലെ തന്നെ ക്രമം തെറ്റിയ ആർത്തവം, അതേപോലെ മുടി കൊഴിച്ചില്, അമിതവണ്ണൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവും. പിന്നീട് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. പല പേഷ്യൻസും സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള മെറ്റബോളിക് ചേഞ്ചസ് അഡ്രസ് ചെയ്യാതെ പോകും. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാന കാരണം സിസ്റ്റിക് ആക്നെ എന്ന കണ്ടീഷനാണ്. അത് സാധാരണ മുഖക്കുരു പോലെയല്ല. സ്കിന്നിനുള്ളിൽ കട്ടിയുള്ള വേദനയോടുകൂടിയുള്ള കുരുക്കളാണ്. ഇതിന് വിശദമായ പരിശോധനയും ചികിത്സയൊക്കെ ആവശ്യമാണ്. പിന്നീട് പലപ്പോഴും തെറ്റായിട്ടുള്ള ക്രീമുകളും അങ്ങനെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്രീമുകളും മറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ വെറുതെ സമയം കളയാതെ കൃത്യമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ മുഖക്കുരു കൺട്രോൾ ചെയ്യാനും അതിന്റെ ബ്രേക്ക് ഔട്ട്സ് കുറയാനും പാടുകൾ കുറയാനും അതേപോലെ തന്നെ സ്കിന്നിന്റെ ഹെൽത്ത് മെച്ചപ്പെടാനും യൂസ്ഫുൾ ആയിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് എന്റെ മുഖക്കുരു ഒരിക്കലും മാറുന്നുള്ള നിരാശയിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. നിങ്ങളുടെ മുഖക്കുരു കൂടുതലായിട്ട് നെറ്റിയിലാണോ, കവിളിലാണോ, അതോ താടിയിലും ജോലയിലാണോ കൂടുതലായിട്ട് വരുന്നത്? കമന്റിൽ പറയൂ. സ്കിൻ ആൻഡ് ഹെയർ കെയർ അറിവുകൾക്കായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക.